ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിതൊരു ഫ്ലിപ്കാർട്ട് ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2 വീക്സിൽ ഞാൻ ഫ്ലിപ്കാർട്ട് ഹോൾ സീരീസിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 30ഓളം പ്രോഡക്റ്റ്സാണ് ഞാൻ അതിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. പിന്നെ എല്ലാ പ്രൊഡക്ട്സും ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. പിന്നെ മീഷോനേക്കാളും എന്താണ് ഫ്ലിപ്കാർട്ടിന് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലിപ്കാർട്ട് ഡെലിവറി കുറച്ചുകൂടി ഫാസ്റ്റാണ്. കൂടുതൽ പ്രൊഡക്ട്സ് നമുക്ക് 2-3 ഡേയ്സിനുള്ളിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ റിട്ടേൺ പോളിസിയും കുറച്ച് ബെറ്ററാണ്. പിക്കപ്പും ട്രാൻസാക്ഷനും എല്ലാം പെട്ടെന്ന് തന്നെ നടക്കും. അപ്പോൾ ഇതൊരു പെപ്പർ സോൾട്ട് ഷേക്കറിൻ്റെ സെറ്റാണ്. ഗ്ലാസ് ബോട്ടിൽസാണ് വരുന്നത് കേട്ടോ രണ്ടും. പിന്നെ ഇതിൻ്റെ ലിഡ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെപ്പർ ബ്ലാക്കിലും സോൾട്ട് വൈറ്റ് ബോട്ടിലുമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ തന്നെ ഇതുപോലെ ലേബൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 289 റുപ്പീസാണ്. നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഫ്രിഡ്ജ് കണ്ടെയ്നറിൻ്റെ സെറ്റാണ്. അപ്പോൾ എല്ലാ ബോക്സിൻ്റെയും ലിഡ് വേറെ വേറെ കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ടെയ്നർ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ഏറ്റവും വലിയ ബോക്സിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1250 ml ആണ്. അപ്പോൾ എല്ലാ ബോക്സും ഇതുപോലെ കവർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്, സ്ക്രാച്ച് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെക്കൻഡ് ബോക്സ് 950 ml ആണ്. തേർഡ് ബോക്സ് വരുന്നത് 650 ml, ഫോർത്ത് ബോക്സ് 350 ml ആണ്. എല്ലാ കണ്ടെയ്നേഴ്സും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ലിഡ് മാത്രമാണ് ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിട്ടുള്ളത്. എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സാണ്. പിന്നെ ഡിഷ് വാഷർ സേഫാണ്, BPA ഫ്രീ ആണ്, ഫ്രീസർ സേഫാണ് കേട്ടോ. നമുക്ക് ലെഫ്റ്റ് ഓവർ ഫുഡും അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 297 റുപ്പീസാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജ് കണ്ടെയ്നർ മാത്രമായിട്ടല്ല, ടിഫിൻ ബോക്സ് ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. വേണ്ടൊരു വാങ്ങിച്ചോളൂ കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇത് സെറാമിക് ക്വാർട്ടർ പ്ലേറ്റിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. 2 പ്ലേറ്റ് വരുന്നൊരു സെറ്റായിരുന്നു. പക്ഷേ പാക്കിംഗ് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് എനിക്കിതുപോലെ പൊട്ടിയിട്ടാണ് കേട്ടോ കിട്ടിയത്. ഒരെണ്ണത്തിൻ്റെ ഇതുപോലെ സൈഡൊന്ന് ചിപ്പായി പോയിട്ടുണ്ട്. വേറെ ഒരെണ്ണം മുഴുവനായിട്ടും പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കയ്യിലെടുത്താൽ മുറിയുന്നുള്ളതുകൊണ്ട് ഞാൻ കയ്യിലെടുത്തില്ല. ഇതേപോലെ തന്നെ പാക്ക് ചെയ്ത് ഞാൻ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത് 209 ആണ്, 209. ഈ ഒരു പ്രൊഡക്റ്റിന് അധികം റിവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനൊന്ന് വാങ്ങി നോക്കിയതാണ്. പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഗ്ലോസി ഫിനിഷിലുള്ള നല്ല ഭംഗിയുള്ള പ്ലേറ്റാണ് കേട്ടോ. ഒരു പെബിൾ ഷേപ്പിലൊക്കെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് പ്ലേറ്റായിട്ടും പ്ലാറ്ററായിട്ടും യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു കോസ്മെറ്റിക് ഓർഗനൈസറാണ്. നമുക്ക് ട്രാവൽ ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. ലെതറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു ബേജ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. പിങ്കിലും ബ്രൗണിലും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്. 6 കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 232 റുപ്പീസാണ്. ഈ ഒരു ബാഗിൻ്റെ ലെങ്ത്ത് വരുന്നത് 22 സെൻറ്റിമീറ്ററും വിഡ്ത്ത് വരുന്നത് 12 സെൻറ്റിമീറ്ററുമാണ്. പക്ഷേ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉള്ളതുപോലെ തോന്നും. കാരണം ഇതിൻ്റെ സിബ് ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ വരുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബെഡ്ഷീറ്റ്സ് നോക്കാം. ഇത് കോട്ടൺ മെറ്റീരിയലിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാം ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാം കിങ് സൈസും ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് പാക്കേജിങ് വന്നിട്ടുള്ളത്.
ഇതിൻ്റെ പില്ലോ കവർ ബ്ലൂവിലാണ് വരുന്നത്. ഇതുപോലെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഒരു നേവി ബ്ലൂവിലാണ് ഇതിൻ്റെ പില്ലോ കവേഴ്സ് വന്നിട്ടുള്ളത്. അതുപോലെ ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വിരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഭംഗി നേരെ മനസ്സിലായത്. ഇതുപോലെ ഫുൾ ഫ്ലോറൽ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, നല്ല ഫിറ്റിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 414 റുപ്പീസാണ് കേട്ടോ. എനിക്ക് നല്ല വർത്ത് ആയിട്ടാണ് തോന്നിയത്, കാരണം നല്ല കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ. ഫിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് വിരിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ കിടക്കുകയും ചെയ്യും. ഇത് ഞാൻ കിങ് സൈസാണ് എടുത്തത്. ഇനി നമുക്ക് അടുത്ത ബെഡ്ഷീറ്റ് നോക്കാം. അപ്പോൾ ഇതും ഫിറ്റഡ് ബെഡ്ഷീറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ സ്ക്വയേഴ്സും ഡോട്ട്സൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇതും കിങ് സൈസിലാണ്. അതുപോലെ തന്നെ ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല കോട്ടൺ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തുണി കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടാവും, നല്ല കോട്ടൺ ആണ് കേട്ടോ. ഞാനിത് വിരിച്ച് കാണിച്ചു തരാം, എന്നാലേ ഇതിൻ്റെ ഭംഗി നേരെ അറിയുള്ളൂ. പിന്നെ ഇതിൻ്റെ പില്ലോ കവർ വരുന്നത് ഈ ഒരു കളറിലാണ്, ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. കണ്ടോ, ഇത് വിരിച്ചപ്പോഴാണ് ഇതിൻ്റെ ഭംഗി നേരെ മനസ്സിലാവുന്നത്. നല്ല ഫിറ്റിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കളർ കോംബോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, പില്ലോ കവറും ബെഡ്ഷീറ്റും തമ്മിലുള്ള. ഇതിൻ്റെ റേറ്റ് വരുന്നത് 436 റുപ്പീസാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്ഷീറ്റ് നോക്കാം. അപ്പോൾ ഇത് മൈക്രോ ഫൈബർ ക്ലോത്തിലാണ് വരുന്നത്. മൈക്രോ ഫൈബറും കോട്ടണും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, മൈക്രോ ഫൈബർ ക്ലോത്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്മൂത്തായിരിക്കും, ഒരു സിൽക്കി ഫീലായിരിക്കും. പിന്നെ നമുക്ക് അയൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം കോട്ടനെ അപേക്ഷിച്ച് ചുളുക്കുകൾ കുറവായിരിക്കും. പിന്നെ കോട്ടൺ ബെഡ്ഷീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചീപ്പ് റേറ്റിൽ നമുക്ക് മൈക്രോ ഫൈബർ ബെഡ്ഷീറ്റ് കിട്ടും. അപ്പോൾ ഇതും ഞാൻ കിങ് സൈസ് ഫിറ്റഡ് ബെഡ്ഷീറ്റ് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിൽ മൊത്തം ഒരു സിഗ്സാഗ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വിരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഭംഗി അറിയാം കേട്ടോ. വിരിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഫിറ്റിംഗ് ആണ് തോന്നിയത്. പിന്നെ കോട്ടനെ അപേക്ഷിച്ച് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ചുളുക്കുകൾ നല്ല കുറവാണ്. പിന്നെ ഫിറ്റിങ്ങിൻ്റെ കാര്യം നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും, കറക്റ്റ് ഫിറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 373 റുപ്പീസാണ്. കോട്ടനും മൈക്രോ ഫൈബറും തമ്മിൽ ഏകദേശം ഒരു 50 റുപ്പീസിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. കോട്ടൺ കുറച്ച് തണുപ്പ് കിട്ടുന്ന ഫാബ്രിക്കാണ്, മൈക്രോ ഫൈബർ ഒരു വാം സൈഡിൽ വരുന്നൊരു ഫാബ്രിക്കാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്ഷീറ്റ് നോക്കാം. ഇതും മൈക്രോ ഫൈബറിൽ വരുന്ന ഒരു ബെഡ്ഷീറ്റാണ്. ഇതും ഏകദേശം അതേ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്, പക്ഷേ കളർ ഡിഫറൻസ് ആണുള്ളത്. ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിനും ഒരു സിഗ്സാഗ് പാറ്റേൺ തന്നെയാണുള്ളത്. ഇതും കിങ് സൈസിലാണ്, അതുപോലെ തന്നെ ഫിറ്റഡ് ബെഡ്ഷീറ്റാണ്. പില്ലോ കവറും സെയിം കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. വിരിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് കുറച്ച് സൈസ് കുറവുള്ളതുപോലെ തോന്നി. ഇനി ഞാനത് ഇട്ടതിൻ്റെ മിസ്റ്റേക്കാണോ എന്ന് അറിയില്ല. ജസ്റ്റ് ഈ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇതുപോലെ ഇങ്ങനെ ബെഡ് കാണുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇട്ടതിൻ്റെ മിസ്റ്റേക്ക് ആവാനാണ് ചാൻസ് ഉള്ളത്, കാരണം ഞാൻ കിങ് സൈസ് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ കളർ കോമ്പിനേഷനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 380 റുപ്പീസാണ്. ഇനിയുള്ളതെല്ലാം കുറച്ച് കിച്ചൺ പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഇതുപോലെ നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. ഇതുപോലെ ഓരോ കണ്ടെയ്നേഴ്സും ലിഡ്സും റാപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ പാറ്റേൺ കൊടുത്തിട്ടുള്ള 300 ml കപ്പാസിറ്റിയിൽ വരുന്ന 3 ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിഡ് വരുന്നത് ഇതുപോലെ സെറാമിക്കിൽ 3 ഡിഫറെൻറ്റ് കളേഴ്സിലാണ്. പിന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 579 റുപ്പീസാണ്.
ഈ ഒരു കണ്ടെയ്നറിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഈ ഒരു ലിഡ് തന്നെയാണ് കേട്ടോ. 3 ഡിഫറെൻറ്റ് കളേഴ്സ് ആണെങ്കിലും ഇതുപോലെ ഫ്ലവർ പാറ്റേൺ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത്. നമുക്കിത് ടീ, ഷുഗർ, കോഫി കണ്ടെയ്നറായിട്ടോ അല്ലെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് വയ്ക്കാനുള്ള കണ്ടെയ്നറായിട്ടോ യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ സ്പൈസസ് സ്റ്റോർ ചെയ്യാനും നല്ലതായിരിക്കും. ഞാനിതുപോലെ എൻ്റെ സ്റ്റാൻഡിലൊക്കെ ഒന്ന് വെച്ച് നോക്കിയതായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ കിച്ചണൊക്കെ നല്ല ഭംഗിയിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ഇതൊരു ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ. റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്. അപ്പോൾ ഇത് സെറാമിക് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇതുപോലെ യെല്ലോ കളറിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ബേക്കിങ്ങിന് മാത്രമല്ല ഒരു സെർവിങ് പ്ലേറ്റ് ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 660 റുപ്പീസാണ്. ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെയും ലീഫിൻ്റെയൊക്കെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അകത്തും പുറത്തും സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇത് ലെമൺ ട്രീ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു സെറാമിക് ബൗളാണ്. ലെമൺ ട്രീയുടെ തന്നെ മുന്നേയും കുറേ സെർവിങ് പ്ലേറ്റ്സൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അതുപോലെ തന്നെ പാക്കേജിങ്ങും നല്ല രീതിയിലുള്ള പാക്കേജിങ് ആണുള്ളത്. അപ്പോൾ ലെമൺ ട്രീയുടെ തന്നെ കുറച്ച് വേറെയും പ്ലേറ്റ്സും ബൗൾസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോസിൽ കാണിക്കാം കേട്ടോ. ഇതൊരു സെർവിങ് ബൗളാണ്. ഇതുപോലെ 2 സൈഡിലും ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറിയും സാലഡൊക്കെ സെർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനൊരു ഗ്രീൻ ഷെയ്ഡിലുള്ള ബൗളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 588 റുപ്പീസാണ്. അതുപോലെ തന്നെ ഇത് മൈക്രോവേവ് സേഫാണ്. പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 500 ml ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പുറത്ത് ഇതുപോലുള്ള പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെയിം കളറിലുള്ള ബൗൾസും പ്ലേറ്റ്സൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോസിൽ അത് കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കണ്ടെയ്നർ ആയിരിക്കും. ഞാൻ ഇതുപോലത്തെ കുറച്ച് വലിയ ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞാൻ ഇപ്പോഴും മുളക് പൊടി, മല്ലിപ്പൊടി, പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറുതായിട്ടാണ് ഈ ഒരു കണ്ടെയ്നർ സെറ്റ് വരുന്നത്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് റൗണ്ടായിരുന്നു. ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ലിഡ് ഇതുപോലെ ബാംബൂ ലിഡാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ കണ്ടെയ്നേഴ്സും 230 ml കപ്പാസിറ്റിയാണ് കേട്ടോ വരുന്നത്. ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് 337 റുപ്പീസായിരുന്നു. ഇപ്പോൾ അത് 283 റുപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണിത്. ഇതിൻ്റെ തന്നെ 270 ml 330 ml ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 1 മുതൽ 8 യൂണിറ്റ്സ് വരെ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്. ഇത് നമുക്ക് 2 തട്ടുകളായിട്ട് അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണുള്ളത്. അതല്ലാതെ ഈ 2 ബാസ്ക്കറ്റ് നമുക്ക് ട്രേ ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇത് അസംബിൾ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. അസംബിൾ ചെയ്യേണ്ട വിധം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ ബ്രോഷറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി. പിന്നെ ഇതിൻ്റെ സ്ക്രൂവും ബോൾട്ടും ഇതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ഇത് അസംബിൾ ചെയ്യുന്ന വിധം ഈ ഒരു ബ്രോഷറിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിക്ചറോട് കൂടിയാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു 2 മിനിറ്റ്സിൽ തന്നെ ഞാൻ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 2 തട്ടുകളായിട്ടാണുള്ളത്. നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നീറ്റായിട്ട് വെക്കാനായിട്ട് പറ്റും. പിന്നെ അസംബിൾ ചെയ്ത് കഴിഞ്ഞപ്പോഴും നല്ല സ്റ്റഡി ആയിട്ടാണുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 461 റുപ്പീസാണ് കേട്ടോ.
ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഈ ഒരു ബോക്സിൽ 2 പ്രൊഡക്റ്റായിട്ടാണ് കേട്ടോ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ആ ബോക്സിലുണ്ടായിരുന്ന ആദ്യത്തെ പ്രൊഡക്റ്റ്. ഇതൊരു പ്ലാസ്റ്റിക് ഗ്രോസറി കണ്ടെയ്നറാണ്. 4 കമ്പാർട്ട്മെൻറ്റ് വരുന്ന ഒരു സിംഗിൾ കണ്ടെയ്നറാണ്. ഓരോ കമ്പാർട്ട്മെൻറ്റിലോട്ടും ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 4 കമ്പാർട്ട്മെൻറ്റിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പൾസസോ കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ BPA ഫ്രീ ആണ്, ഡിഷ് വാഷർ സേഫാണ്, ഫ്രീസർ സേഫാണ്. പിന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് 4 കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നത്. നമുക്കിത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും വെക്കാനും പറ്റും. ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് 219 റുപ്പീസ് ആയിരുന്നു. ഇപ്പോൾ ഇത് കാണിക്കുന്നത് 150 റുപ്പീസാണ്. ഇത് ടോട്ടൽ 2500 ml കപ്പാസിറ്റിയാണ് കേട്ടോ ഉള്ളത്. നമുക്ക് 4 കണ്ടെയ്നർ ഉപയോഗിക്കുന്നിടത്ത് ഈ ഒരൊറ്റ കണ്ടെയ്നർ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതും പ്ലാസ്റ്റിക് ഗ്രോസറി കണ്ടെയ്നറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതിനകത്ത് ടോട്ടൽ 20 പീസാണുള്ളത്. 4 ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഈ ഒരു കണ്ടെയ്നർ സെറ്റ് വരുന്നത്. ഏറ്റവും വലുത് 1200 ml, പിന്നെ 650 ml, 350 ml, 250 ml ഈ ഒരു കപ്പാസിറ്റിയിലാണ് ഉള്ളത്. പിന്നെ ഓരോ കണ്ടെയ്നറിനും സ്പൂണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയലിലാണ് വരുന്നത്. BPA ഫ്രീ ആണ്, ഡിഷ് വാഷർ സേഫാണ്, അതുപോലെ തന്നെ ഫ്രീസർ സേഫാണ്. ഇതുപോലൊരു ഗ്രേ ലിഡാണ് വരുന്നത്. അതുപോലെ തന്നെ കണ്ടെയ്നറിൽ ഇതുപോലെ സിൽവർ ലൈൻസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 20 കണ്ടെയ്നറാണ് ഈ ഒരു സെറ്റിനകത്ത് വരുന്നത്. നമുക്ക് അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു കണ്ടെയ്നർ സെറ്റിൽ നമുക്ക് നീറ്റായിട്ട് യൂണിഫോമായിട്ട് സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ എല്ലാ കണ്ടെയ്നറിൻ്റെ കൂടെയും സ്പൂണും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് 375 ആയിരുന്നു. ഇപ്പോൾ കാണിക്കുന്ന പ്രൈസ് 320 റുപ്പീസാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു സെറാമിക് സെർവിങ് ബൗളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബൗൾസ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സെറാമിക് മെറ്റീരിയലിൽ വരുന്നൊരു സെർവിങ് ബൗളാണ്. ഇതുപോലെ നോബ് പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ഒരു ബൗളിൻ്റെ ഭംഗിയും. ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. മൈക്രോവേവ് സേഫാണ്. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 280 ml ആണ്. ഏകദേശം 13 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡയാമീറ്റർ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 339 റുപ്പീസാണ് കേട്ടോ. നമുക്ക് കറിയും സാലഡും സൂപ്പൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബൗളാണ്. ഇതൊരു ഫ്രിഡ്ജ് കണ്ടെയ്നറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ 3 കണ്ടെയ്നറാണ് വരുന്നത്. എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സാണ്. ഇത് നമുക്ക് കറി ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ്, ചില്ലി, ലെമൺ, ജിഞ്ചർ, ഗാർലിക് ഇതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് BPA ഫ്രീ ആണ്, ഡിഷ് വാഷർ സേഫാണ്, അതുപോലെ തന്നെ ഫ്രീസർ സേഫാണ്. അപ്പോൾ ഇത് ഞാനൊരു 1 വീക്ക് മുന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. ആ സമയത്ത് ഇതിൻ്റെ പ്രൈസ് കാണിച്ചിട്ടുണ്ടായിരുന്നത് 164 റുപ്പീസാണ്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് കാണിക്കുന്നത് 109 റുപ്പീസാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതും ഒരു കണ്ടെയ്നർ സെറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 6 കണ്ടെയ്നറാണ് വരുന്നത്. ഗ്രേ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇത് 1200 ml കപ്പാസിറ്റിയാണ് ഓരോ കണ്ടെയ്നറും. പിന്നെ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കണ്ടെയ്നേഴ്സിനേക്കാളും കുറച്ചൊരു ഷേപ്പിലും ഒക്കെ വ്യത്യാസം തോന്നിയപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇതും BPA ഫ്രീ ആണ്, ഡിഷ് വാഷർ ആൻഡ് ഫ്രീസർ സേഫാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 277 ആയിരുന്നു. ഇപ്പോൾ കാണിക്കുന്നത് 255 ആണ്. എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്, ലിഡും അതുപോലെ തന്നെ കണ്ടെയ്നറും. അപ്പോൾ പൾസസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ല ഉപകാരപ്രദമായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ടീ ഷുഗർ കോഫി കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതും പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ സാധാരണ കാണുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കണ്ടെയ്നേഴ്സ് വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് 800 ml കപ്പാസിറ്റിയിലാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ ടീ, ഷുഗർ, കോഫി എന്നുള്ള ലേബിൾസ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഒട്ടിച്ച് കൊടുക്കുകയേ വേണ്ടുള്ളൂ കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 290 റുപ്പീസ് ആയിരുന്നു. ഇപ്പോൾ 269 ആണ് കാണിക്കുന്നത്. ഇതുപോലെ ലിഡും നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഒട്ടിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റാണ്, വേണ്ടവർ വാങ്ങിച്ചോളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഗ്ലാസ് ബേക്കിംഗ് ഡിഷാണ്. അപ്പോൾ 900 ml കപ്പാസിറ്റിയാണ് കേട്ടോ ഇത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ 1000 ml എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന സമയത്താണ് നമ്മൾ ഈ ബോക്സിൽ കണ്ടത് 900 ml ആണെന്നുള്ളത്. പിന്നെ ഇത് മൈക്രോവേവ് സേഫാണ്. നമുക്കിത് സെർവിങ് ബൗളായിട്ടും പുഡിംഗ് ട്രേ ആയിട്ടും ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല വെയ്റ്റിൽ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 340 റുപ്പീസാണ്. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറാണ്. ഇത് 2 എണ്ണം വരുന്ന സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഈ പർപ്പിൾ ലിഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതിൻ്റെ തന്നെ പിങ്കും യെല്ലോയും അവൈലബിൾ ആണ്. ഇത് 320 ml ആണ് കേട്ടോ വരുന്നത്. നമുക്കിത് ലെഫ്റ്റ് ഓവർ ഫുഡ് എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ തേങ്ങ ചിരവിയത് അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 375 ആയിരുന്നു. ഇപ്പോൾ 350 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ തന്നെ 350 ml 400 ml ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് ഡിഷ് വാഷർ സേഫ് കൂടെയാണ്. ഇനി ഇതേ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇത് നമുക്ക് ടീ, ഷുഗർ കണ്ടെയ്നറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ സെറ്റാണ്. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കണ്ടെയ്നറാണ്. അപ്പോൾ സാധാരണ ഒരു കണ്ടെയ്നറിനേക്കാളും ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ ബ്ലാക്കാണ് ചൂസ് ചെയ്തത്. ഇതിൻ്റെ തന്നെ ഫുൾ സ്റ്റീൽ വരുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 700 ml കപ്പാസിറ്റിയിൽ വരുന്ന കണ്ടെയ്നറാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ 470 റുപ്പീസാണ്. പിന്നെ ഇത് BPA ഫ്രീ ആണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കോഫി പൗഡർ പോലും നല്ല രീതിയിൽ എയർ ടൈറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലിഡ് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലിഡാണ് വരുന്നത്. അകത്ത് ഫുൾ സ്റ്റീലായിട്ടാണ് കാണുന്നത്, പുറത്ത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഇൻഡസ് ബേ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് സിംഗിൾ പീസായിട്ടും 3 പീസായിട്ടും 4 പീസായിട്ടൊക്കെ അവൈലബിൾ ആണ് കേട്ടോ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ ഒരു ബോട്ടിലിനേക്കാളും കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. ഇത് നമുക്ക് ഓയിൽ ബോട്ടിലായിട്ടും വിനീഗർ ബോട്ടിലായിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് ഈസിയാണ് കേട്ടോ, ക്ലീൻ ചെയ്യാനും ഈസിയാണ്, അതുപോലെ തന്നെ ഫില്ല് ചെയ്യാനും ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ലിഡിന് വേറെ കളേഴ്സ് വരുന്നതുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 297 റുപ്പീസാണ് കേട്ടോ. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 351 ആയിരുന്നു. പിന്നെ ഇതിൽ കമ്പാരിറ്റീവ്ലി ഡ്രിപ്പിംഗ് കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലിഡ് ഓപ്പൺ ചെയ്യും. അതായത് നമ്മളൊന്ന് ചെരിച്ചാൽ തന്നെ ഇതിൻ്റെ ലിഡ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. പിന്നെ സാധാരണ ഒരു ബോട്ടിനേക്കാളും ഒരു ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് 4 എണ്ണം വരുന്ന സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് 2 പീസായിട്ടും 5 പീസ് 6 പീസ് 8 പീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് 350 ml കപ്പാസിറ്റിയിലാണ് വരുന്നത്. ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് 176 ആയിരുന്നു. ഇപ്പോൾ 142 റുപ്പീസാണ്. പിന്നെ ഇത് ഡിഷ് വാഷർ സേഫാണ്, മൈക്രോവേവ് സേഫാണ്. ഇതിൻ്റെ ലിഡെല്ലാം മെറ്റലിലാണ് വന്നിട്ടുള്ളത്. നമുക്കിത് പുഡിംഗ് ജാറൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഗ്ലാസ് കണ്ടെയ്നേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാനൊരു നല്ല ഓപ്ഷനാണ്. കാരണം അത്രയും ചീപ്പായിട്ടുള്ള പ്രൈസിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ലിഡിൽ കുറച്ച് ഡിസൈൻ വരുന്ന ടൈപ്പും ഉണ്ട് കേട്ടോ. പക്ഷേ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. 250 ആ ഒരു റേഞ്ചൊക്കെയാണ് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ലെമൺ ട്രീ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ 3 സെറാമിക് സെർവിങ് ബൗൾ അല്ലെങ്കിൽ പ്ലേറ്റാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ പാക്കിംഗ് അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ. നല്ല രീതിയിൽ റാപ്പ് ചെയ്തിട്ടാണ് ഓരോ ഐറ്റംസും കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ മൂന്നും ഒരേ ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് ഒരു ബോക്സിലാണ് നമുക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രൊഡക്റ്റ് നോക്കാം. ഇത് സെറാമിക്കിൻ്റെ ബൗളാണ് കേട്ടോ. ഇത് 2 വരുന്നൊരു സെറ്റായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വലിയ ടൈപ്പിലുള്ള സെർവിങ് ബൗൾ ഞാൻ മുന്നത്തെ ഫ്ലിപ്കാർട്ട് സീരീസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സെയിം പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു ബൗൾസിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 330 റുപ്പീസാണ്. നമുക്കിത് സ്നാക്സ് ബൗളായിട്ടും സൂപ്പ് ബൗൾ അല്ലെങ്കിൽ നട്ട്സൊക്കെ സെർവ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിസ്ത ഗ്രീനാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതിൻ്റെ തന്നെ പിങ്കും ബേജ് കളറും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 330 റുപ്പീസാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതും ലെമൺ ട്രീയുടെ തന്നെ ഒരു സെർവിങ് ബൗളാണ്. അപ്പോൾ ലെമൺ ട്രീയുടെ തന്നെ സ്റ്റോൺ വെയർ കളക്ഷൻസിൽ വരുന്നതാണ് ഈ ഒരു ബൗള്. അപ്പോൾ ഈ ഒരു ബ്ലൂ ആണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതിൻ്റെ തന്നെ ഒരു ബ്രൗൺ കളറും അവൈലബിൾ ആണ് കേട്ടോ. റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരുന്ന നല്ലൊരു സെർവിങ് ബൗളാണ്. ഇതിൻ്റെ പ്രൈസ് കാണിക്കുന്നത് 540 റുപ്പീസാണ്. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 415 ml ആണ് കേട്ടോ. പിന്നെ ഇത് മൈക്രോവേവ് സേഫാണ്, ഡിഷ് വാഷർ സേഫാണ്. ഈ ടൈപ്പിലുള്ള പാത്രം ഞാൻ കണ്ടിട്ടുള്ളത് മുന്നേ ഐക്കയിലാണ് കേട്ടോ. ഐക്കയിൽ ഇതേ ഷെയ്ഡും ഒക്കെ വരുന്ന പ്ലേറ്റ്സും സെർവിങ് ബൗൾസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഇതും ലെമൺ ട്രീയുടെ തന്നെ ഒരു സെർവിങ് പ്ലേറ്റാണ്. അപ്പോൾ ഇത് പിസ്ത ഗ്രീനിലുള്ള പ്ലേറ്റാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 238 ആയിരുന്നു കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നത് 177 ആണ്. ഇത് നമുക്ക് സാലഡ് പ്ലേറ്റ് ആയിട്ടും പാസ്ത അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ സെർവ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് മൈക്രോവേവ് സേഫാണ്. ഇതിൻ്റെ തന്നെ ബീച്ച് കളറും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഇതിന് നല്ല പ്രൈസ് ഡ്രോപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ വേണ്ടവർ ഇപ്പോൾ തന്നെ വാങ്ങിച്ചോളൂ. ചിലപ്പോൾ പിന്നീട് പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലും ഞാൻ 2 ബൗൾസ് കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ സെയിം ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3ഉം നല്ല അടിപൊളി പ്രൊഡക്ട്സാണ്. പിന്നെ അത്യാവശ്യം റീസണബിൾ പ്രൈസിലും ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ വേണ്ടവരെന്തായാലും ഇപ്പോൾ തന്നെ വാങ്ങിച്ചോളൂ. സെറാമിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന കളക്ഷൻസാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.